മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിനും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടൊരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നെത്തുന്നത്. ഷിഫ്റ്റ് ഓഫ് ദി അബ്സോർപ്ഷൻ മാക്സിമം ടു ദ ലോങ്ങർ വേവ് ലെങ്ത് ഈസ് കാൾഡ് എ ഓപ്ഷൻ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ബി ഓപ്ഷൻ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ്, സി ഓപ്ഷൻ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്, ഡി ഓപ്ഷൻ ബാറ്റോക്രോമിക് ഷിഫ്റ്റ്. അപ്പോൾ ഇത് യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് ടേംസ് ഞാൻ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. യു വി സ്പെക്ട്രോസ്കോപ്പി ഈസ് എ കൈൻഡ് ഓഫ് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇതൊരു തരത്തിലുള്ള അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. നമ്മളിവിടെ യു വി റേഡിയേഷൻ, വിസിബിൾ റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. യു വി റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് റീജിയൻ 200 to 400 നാനോമീറ്റർ ആണ്. വിസിബിൾ റേഡിയേഷൻ 400 to 800 നാനോമീറ്റർ ആണ്. നമ്മൾ യു വി സ്പെക്ട്രോസ്കോപ്പി കോമൺലി യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിനെ സ്റ്റഡി ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ്, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമുക്കതിനെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയാൻ പറ്റും. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെയോ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റമുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെ സ്റ്റഡി ചെയ്യാൻ നമ്മൾ യു വി സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഇവിടെ യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. അവിടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷനെ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ജിയോമെട്രി അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് ആൻഡ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ, ഈ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് ആൻഡ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ. ദെൻ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതൊരു അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അവിടെ വന്ന് സാമ്പിളിൽ പതിക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹയർ എനർജി ലെവൽ, ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് അല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യു വി സ്പെക്ട്രോസ്കോപ്പിയെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നും അറിയപ്പെടുന്നു. യു വി സ്പെക്ട്രോസ്കോപ്പി ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ കോമൺലി നമ്മൾ യു വി സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നതിലും നമ്മളവിടെ വിസിബിൾ റേഡിയേഷൻ യൂസ് ചെയ്യുന്നു ഓൾറെഡി പറഞ്ഞു. അപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ 100 to 800 നാനോമീറ്റർ ആണ്. അത് തന്നെ 3 റീജിയൻ ആയിട്ടുണ്ട്. 100 to 200 ഫാർ യു വി റീജിയൻ അല്ലെങ്കിൽ വാക്വം യു വി റീജിയൻ, 200 to 400 നാനോമീറ്റർ എന്ന് പറയുന്നത് നിയർ യു വി റീജിയൻ, 400 to 800 നാനോമീറ്റർ വിസിബിൾ റേഡിയേഷൻ. ഇനി നമുക്ക് യു വി സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെൻറ്റേഷനും ജസ്റ്റ് ഒന്ന് പറയാം, പെട്ടെന്നൊന്ന് പറയാം. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യണ്ടേ? റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനൊരു റേഡിയേഷൻ സോഴ്സ് ആവശ്യമാണ്. നമുക്ക് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിസിബിൾ റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ലാമ്പും യു വി റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയം ഡിസ്ചാർജ് ലാമ്പും. ഞാൻ ഇവിടെ പറയാം. യു വി റേഡിയേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ സോഴ്സാണ് ഡ്യൂട്ടീരിയം ഡിസ്ചാർജ് ലാമ്പ്. വിസിബിൾ റേഡിയേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ഏത് ലാമ്പാണ് ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ. മറന്നു പോകരുത്. ഇനി നമ്മൾ റേഡിയേഷൻ സോഴ്സിൽ നിന്ന് റേഡിയേഷൻ വന്ന് അതൊരു നമ്മൾ ആവശ്യമുള്ള റേഡിയേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മോണോക്രോമാറ്ററിലൂടെ അതിലേക്ക് പോകും ഒരു ട്രാൻസ്പെറൻറ്റ് സെൽ കണ്ടെയ്നിങ് സാമ്പിൾ. നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ മാത്രമല്ല വെക്കുന്നത്, നമ്മൾ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സാമ്പിളാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സെല്ലിൽ വെക്കുന്നത്. ഈ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സാമ്പിൾ എന്ന് പറയുമ്പോൾ വി യൂസ് എ സോൾവെൻറ്റ്. കോമൺലി യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ 95% എഥനോളാണ്. മറ്റ് സോൾവെൻറ്റുകളോട് ഞാൻ പറയാം. എഥനോൾ യൂസ് ചെയ്യും, മെഥനോൾ യൂസ് ചെയ്യും, വാട്ടർ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഹെക്സൈൻ യൂസ് ചെയ്യും. നമ്മുടെ ഈ റേഡിയേഷനിൽ നിന്ന് വരുന്ന ബീമിനെ 2 രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരെണ്ണം നമ്മുടെ ഈ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സാമ്പിൾ അല്ലെങ്കിൽ സാമ്പിൾ ബീം എന്ന് അതിനെ പറയും. സാമ്പിൾ ബീമിലൂടെ കടത്തിവിടുന്നു. മറ്റൊരു ബീം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റെഫറൻസ് ബീമാണ്. അപ്പോൾ മറ്റൊരു റേഡിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു റേഡിയേഷൻ 2 ആയിട്ട് പോകത്തില്ലേ? ഒരെണ്ണം നമ്മുടെ സാമ്പിൾ ബീമിലേക്കും ഒന്ന് നമ്മുടെ റെഫറൻസ് ബീമിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ എന്താ ഈ റെഫറൻസ് ബീം എന്ന് പറയുന്നത്? സോൾവെൻറ്റ് മാത്രം. സാമ്പിൾ പ്ലസ് സോൾവെൻ്റ് ആണ് നമ്മുടെ സാമ്പിൾ ബീം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റേഡിയേഷൻ വരുമ്പോൾ അവിടെ അബ്സോർപ്ഷൻ നടക്കും. ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് വരുന്ന ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ സ്റ്റഡി ചെയ്യും. ഇത് എവിടെ നിന്നൊക്കെ വരുന്ന? സാമ്പിൾ ബീമിൽ നിന്നും റെഫറൻസ് ബീമിൽ നിന്നും. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ പറ്റും. എന്ത്? ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഫ്രം സാമ്പിൾ ബീം ആൻഡ് റെഫറൻസ് ബീം ഈസ് സ്റ്റഡീഡ്.
ദെൻ നമ്മളൊരു യു വി സ്പെക്ട്രം പ്ലോട്ട് ചെയ്യും. യു വി സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്നത് അബ്സോർബൻസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എഗെയിൻസ്റ്റ് വേവ് ലെങ്ത് ആണ് യൂഷ്വലി പ്ലോട്ട് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് സ്പെക്ട്രം. ഇവിടെ സ്പെക്ട്രം നമ്മൾ നോക്കുമ്പോൾ ഒരു കറസ്പോണ്ടിങ് ഒരു റീജിയൻ, ഇവിടെ ഒരു മാക്സിമം എന്താണ് അബ്സോർപ്ഷൻ നടക്കുന്ന ആ ഒരു കറസ്പോണ്ടിങ് വേവ് ലെങ്തിനെ നമ്മൾ ലാംഡ മാക്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ നടക്കുന്ന ആ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ആണ് ലാംഡ മാക്സ്. ഈ അബ്സോർപ്ഷൻ നടക്കുന്ന ആ ഒരു റീജിയനിലായിരിക്കും എന്ത് നടക്കുന്നത്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷനെ കുറിച്ച് പറയാം. ഒരു കോമ്പൗണ്ടിൽ നമുക്കറിയാൻ പറ്റുന്നതാണ് 3 തരത്തിലുള്ള ഇലക്ട്രോൺസുകൾ ഉണ്ടായിരിക്കും. ഒന്ന് സിഗ്മ ബോണ്ട് ഇലക്ട്രോൺസ്, പൈ ബോണ്ട് ഇലക്ട്രോൺസ്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇവരൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് എനർജി എടുത്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ എനർജി എടുത്തുകൊണ്ട് ഇവരൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എവിടെ നിന്ന്, ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ എന്തൊക്കെയാണ് മക്കളെ, ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ? സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, പൈ സ്റ്റാർ ട്രാൻസിഷൻ, എന്നുവെച്ചാൽ അവരുടെ ആന്റി ബോണ്ടിങ് സ്റ്റേറ്റ് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോവുകയല്ലേ. എൻ പൈ സ്റ്റാർ ട്രാൻസിഷൻ ആൻഡ് എൻ സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പോൾ 3 തരത്തിലുള്ള ഇലക്ട്രോൺസ്, സിഗ്മ ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺസ് ആൻഡ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സിഗ്മ ബോണ്ടിങ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് സിഗ്മ ഇലക്ട്രോൺസിനെ അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം എനർജി അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ യു വി സ്പെക്ട്രോസ്കോപ്പിൽ അത്രയും എനർജി ഇല്ലാത്തത് കൊണ്ട്, നമ്മൾ റേഡിയേഷനല്ലേ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, അത്രയും എനർജി ഇല്ലാത്തത് കൊണ്ട് യു വി സ്പെക്ട്രോസ്കോപ്പി യൂഷ്വലി ഇൻവോൾവ് ചെയ്യുന്നത് പൈ സ്റ്റാർ ട്രാൻസിഷൻ ആൻഡ് എൻ പൈ സ്റ്റാർ ട്രാൻസിഷനാണ്. നമുക്ക് ഒരു കാർബണേറ്റ് കോമ്പൗണ്ടിനെ എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഈ കാർബണേറ്റ് കോമ്പൗണ്ടിൽ എന്തൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്, പൈ ഇലക്ട്രോൺസും ഉണ്ട്, ഓക്സിജൻ്റെ അടുത്ത് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉണ്ട്. അവിടെ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസിഷൻ എന്തൊക്കെയാണ്, അവിടെ പൈ ഇലക്ട്രോൺസ് അതിൻ്റെ ഹൈ എനർജി ലെവലുള്ള പൈ സ്റ്റാർ ഓർബിറ്റൽസിലേക്കും, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസുകൾ എവിടേക്കും ട്രാൻസ്ഫർ ചെയ്യും, പൈ സ്റ്റാർ ട്രാൻസിഷനും പോസിബിളാണ്. അപ്പോൾ നമുക്ക് പോസിബിൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് പൈ സ്റ്റാർ ട്രാൻസിഷനും എൻ പൈ സ്റ്റാർ ട്രാൻസിഷനുമാണ്. അതാണ് നമ്മളിവിടെ യു വി സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ഇനിയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ ഓർത്തിരിക്കേണ്ട ടേമുകളാണ് ക്രോമോഫോർ ആൻഡ് ഓക്സോക്രോംസ്. ഇത് കഴിഞ്ഞ ഫിംഗർ പ്രിൻറ്റ് സെർച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ക്രോമോഫോറും ഓക്സോക്രോംസും തന്നിട്ട് അതിൽ നിന്ന് ക്രോമോഫോർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. എന്താണ് ക്രോമോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാർബണേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് അബ്സോർപ്ഷൻ യു വി അല്ലെങ്കിൽ വിസിബിൾ റീജിയനിലുണ്ട് ഡ്യൂ ടു ദീസ് പൈ സ്റ്റാർ ട്രാൻസിഷൻ ആൻഡ് എൻ പൈ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പോൾ ക്രോമോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അവർ ഐസൊലേറ്റഡ് കോവാലൻ്റ്ലി ബോണ്ടഡ് ഗ്രൂപ്പ് ദാറ്റ് ഹാവ് എ ക്യാരക്ടറിസ്റ്റിക്സ് അബ്സോർപ്ഷൻ ഇൻ ദ യു വി വിസിബിൾ റീജിയൻ. അതിന് യു വി വിസിബിൾ റീജിയനിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ ഉണ്ട്, അതാണ് ക്രോമോഫോർ. അപ്പോൾ എന്താണ് ഓക്സോക്രോം? ക്രോമോഫോറിൻ്റെ കണക്ക് അവർക്ക് ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ ഒന്നുമില്ല. ദർ ആർ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ്, they do not have a characteristics absorption in the UV visible region, but the presence of these compounds, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഓക്സോക്രോംസിൻ്റെ പ്രസൻസ് ക്രോമോഫോറിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് ഈ അബ്സോർപ്ഷൻ മാക്സിമത്തിൽ കുറച്ച് വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ മാക്സിമം ഈസ് ഷിഫ്റ്റഡ് ടു ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ. അത് നമുക്ക് കുറച്ചുകൂടി പറയാം, എനർജിയും വേവ് ലെങ്തും തമ്മിലുള്ള ഡിപ്പെൻഡൻസി എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അപ്പോൾ എനർജി വേവ് ലെങ്ത് കൂടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി എന്ത് ചെയ്യാണ്, കുറയുകയാണ്. എങ്ങനെയാണ് അവിടെ എനർജി കുറയുന്നത്, ഈ ഓക്സോക്രോംസിൻ്റെ പ്രസൻസ് അവിടെ വരുമ്പോൾ ഈ ഇലക്ട്രോണിക് ട്രാൻസിഷനുള്ള ഈ എൻ അല്ലെങ്കിൽ പൈ സ്റ്റാർ റീജിയനുള്ള എനർജി ഗ്യാപ്പ് കുറയും. എനർജി ഗ്യാപ്പ് കുറയുമ്പോൾ അത്രമാത്രം എനർജി മതി ഇലക്ട്രോൺസുകൾക്ക് അവിടെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അതുകൊണ്ട് അത് അപ്പോൾ എനർജി കുറവായതുകൊണ്ട് ഇത് അബ്സോർപ്ഷൻ ഷിഫ്റ്റഡ് ടു ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ. എനർജി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലേക്ക് അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. എപ്പോഴാണ്, പ്രസൻസ് ഓഫ് ഓക്സോക്രോംസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിസിബിൾ റീജിയൻ ആണെങ്കിൽ പറയാം റെഡ് റീജിയൻ ഓഫ് ദ സ്പെക്ട്രത്തിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ റെഡ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ ആണ്. അതുകൊണ്ട് ഓക്സോക്രോംസിനെ നമ്മളൊരു കോമ്പൗണ്ടിലെ കളർ എൻഹാൻസിങ് ഗ്രൂപ്പ് എന്നും പറയാൻ പറ്റും. ഇനി ക്രോമോഫോറിന് എക്സാമ്പിൾ പറയാം. കാർബണേറ്റ് കോമ്പൗണ്ട് ഉണ്ട്, നൈട്രൈൽ ഗ്രൂപ്പ് ഉണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട് ആൽക്കീൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. ഇവയ്ക്കൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അബ്സോർപ്ഷൻ ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് ക്രോമോഫോർ എന്ന് പറയാം. ഓക്സോക്രോംസ് NH2 ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണ്,
ഫിനോൾ ഫിനോളിനകത്തല്ല OH ഗ്രൂപ്പ്, NHR ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, SH ഗ്രൂപ്പ്, ഇവയൊക്കെ നമുക്ക് ഓക്സോക്രോംസ് ആണെന്ന് പറയാൻ പറ്റും. ഇവർക്ക് സ്വന്തമായിട്ട് UV വിസിബിൾ റേഡിയേഷനിൽ ക്യാരക്ടറിസ്റ്റിക്സ് അബ്സോർപ്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ക്രോമോഫോറിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ദേ ക്യാൻ ഇൻഫ്ലുവൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് ക്രോമോഫോർ. അവർക്ക് ക്രോമോഫോറിൻ്റെ അബ്സോർപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നമുക്ക് കളർ എൻഹാൻസിങ് ഗ്രൂപ്പ് പറഞ്ഞു. ഇനി നമുക്ക് ഇവരെ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്താണ്, ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്താണെന്നൊക്കെ പറയാം. ബാത്തോക്രോമിക് ഷിഫ്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഓക്സോക്രോം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? എനർജി ഗ്യാപ്പ് കുറയുന്നു. എനർജി ഗ്യാപ്പ് കുറയുമ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലേക്ക് ലാംഡ മാക്സ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലേക്ക് അബ്സോർപ്ഷൻ മാക്സിമം ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് റെഡ് ഷിഫ്റ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഈ 3 ടേമുകളും തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ, അപ്പോൾ ഈ ഒരു നെയിമോട് ഓർത്തിരുന്നാൽ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറി കിട്ടും. ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ് ഷിഫ്റ്റ്. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിഫ്റ്റ് ഓഫ് ദി അബ്സോർപ്ഷൻ മാക്സിമം ടുവേർഡ് ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ, ദാറ്റ് ഈസ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലൂ ഷിഫ്റ്റ്. ഇത് നമുക്ക് പറയാമേ. നമുക്ക് ബാത്തോക്രോമിക് ഷിഫ്റ്റും ഹിപ്സോക്രോമിക് ഷിഫ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് സോൾവെൻറ്റിൻ്റെ പൊളാരിറ്റി. ദെൻ ബാത്തോക്രോമിക് ഷിഫ്റ്റ്, റെഡ് ഷിഫ്റ്റ്, ഓക്സോക്രോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നു. കോൺജുഗേറ്റഡ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺജുഗേറ്റഡ് കോമ്പൗണ്ട്സിൽ ഡബിൾ ബോണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡബിൾ ബോണ്ടും കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലുള്ള ഒരു ഡബിൾ ബോണ്ട് നമ്മൾ നോക്കണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാനുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ റെസൊണൻസിലൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു ബോണ്ടിനേക്കാളും വീക്കർ ബോണ്ടാണ് ഈ ബോണ്ട്. അപ്പോൾ അവിടെ ഒരു കോൺജുഗേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ബോണ്ട് വീക്കായിരിക്കും. അപ്പോൾ ട്രാൻസിറ്റ് ചെയ്യുന്ന എനർജി ഗ്യാപ്പ് കുറവായിരിക്കും. ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലേക്ക് ട്രാൻസിഷൻ പോകും. അപ്പോൾ ഈ കോൺജുഗേഷൻ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, കോൺജുഗേഷൻ എന്തെങ്കിലും ഒരു കോമ്പൗണ്ടിൽ, ഇപ്പോൾ സോൾവെൻറ്റിൻ്റെയൊക്കെ പൊളാരിറ്റി അനിലീനിൻ്റെ കേസിൽ വരുമ്പോൾ NH2 ആസിഡ് മീഡിയത്തിലാവുമ്പോൾ ആ NH2 NH3+ ആയിട്ടായി മാറും. അപ്പോൾ അതിൻ്റെ ആ കോൺജുഗേഷൻ കുറയും. അപ്പോൾ ഓക്സോക്രോംസിൽ ഓക്സോക്രോംസ് ആണ് NH2. അപ്പോൾ NH2 സോൾവെൻറ്റിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് അസിഡിക് മീഡിയത്തിൽ NH3+ ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ ഒരു കോൺജുഗേഷൻ്റെ ആ ഒരു പോസിബിലിറ്റി കുറയുമ്പോൾ എനർജി ഗ്യാപ്പ് കൂടുകയും അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലേക്ക് പോവുകയും ബ്ലൂ ഷിഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്സോക്രോംസിൻ്റെയൊക്കെ കൂടുമ്പോൾ അത് അബ്സോർപ്ഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയും കൂടും. അപ്പോൾ ഓക്സോക്രോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്താണ് മക്കളെ? ഷിഫ്റ്റ് ഓഫ് ദി അബ്സോർപ്ഷൻ ടുവേർഡ് അല്ലെങ്കിൽ ഹയർ ഇൻറ്റൻസിറ്റിയിലേക്ക് അബ്സോർപ്ഷൻ കൂടുകയാണ്, അല്ലെങ്കിൽ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻ്റ് എപ്സിലോൺ മാക്സ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് ആയിരിക്കും. എപ്സിലോൺ മാക്സ് കുറയുകയാണ്, അബ്സോർപ്ഷൻ കുറയുകയാണ്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറയാണ്. ഇപ്പോൾ ജോമെട്രിയിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷനൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ഇൻറ്റൻസിറ്റി കുറയുന്നത് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്, ഇൻറ്റൻസിറ്റി കൂടുന്നത് ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ്. ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലേക്ക് അബ്സോർപ്ഷൻ പോകുന്നത് റെഡ് ഷിഫ്റ്റ്, ഷോർട്ടർ വേവ് ലെങ്തിലേക്ക് പോകുന്നത് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ദാറ്റ് ഈസ് ബ്ലൂ ഷിഫ്റ്റ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിന് ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഷിഫ്റ്റ് ഓഫ് ദ അബ്സോർപ്ഷൻ മാക്സിമം ടു ദ ലോങ്ങർ വേവ് ലെങ്ത്. എന്താ ക്വസ്റ്റ്യൻ? ലോങ്ങർ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് റെഡ് ഷിഫ്റ്റ്, ദാറ്റ് ഈസ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്. നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി, ബാത്തോക്രോമിക് ഷിഫ്റ്റ്. ഇത് പല രീതിയിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ PSC ക്വസ്റ്റ്യൻ, PSC കെമിസ്ട്രി റിലേറ്റഡുള്ള PSC എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. MSc എൻട്രൻസ് എക്സാമിനേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.